നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. സംസ്ഥാന പോലീസ് മേധാവി റവാഡ എ ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരം ക്ഷേത്രവും പരിസരവും ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡിന്റെ നിയന്ത്രണത്തിലാക്കി. ക്ഷേത്ര പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങളും ഒറ്റപ്പെട്ട് കാണുന്ന ഭക്തരുടെ ബാഗുകളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. കുന്നംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവം എരുമപ്പെട്ടിയിൽ ആരംഭിച്ചു. 89 സ്കൂളുകളിൽ നിന്നായി 7377 വിദ്യാർത്ഥികൾ കലാമാമാങ്കത്തിൽ മാറ്റുരയ്ക്കും. കലോത്സവ കാഴ്ചകൾ ബുധനാഴ്ച മുതൽ CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. പോർക്കുളത്ത് റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന കാൽനടയാത്രക്കാരന് കാറിടിച്ച് ദാരുണാന്ത്യം. കൂത്തൂർ വീട്ടിൽ 61 വയസ്സുള്ള പ്രിൻസനാണ് മരിച്ചത്. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ KSRTC ബസും സ്വകാര്യ ബസും തമ്മിൽ ഇടിച്ച അപകടം. വാർത്തകൾ വിശദമായി. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. സംസ്ഥാന പോലീസ് മേധാവി റവാഡ എ ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ ACP C പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ ക്ഷേത്രവും പരിസരവും ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡിന്റെ നിയന്ത്രണത്തിലാക്കി. പോലീസ് ഏകാദശി വിളക്കാഘോഷത്തിന്റെ ഭാഗമായി DGP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇന്നലെ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. രാജ്യതലസ്ഥാനത്തെ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് ഗുരുവായൂരിലും സുരക്ഷ കർശനമാക്കാൻ പോലീസ് മേധാവി നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതേ തുടർന്ന് ഇന്നലെ രാത്രി മുഴുവൻ മഞ്ചുളാൽ പരിസരത്തും തൈക്കാട് ജംഗ്ഷനിലും പോലീസ് വാഹന പരിശോധന നടത്തി. ക്ഷേത്രത്തിനകത്തും പുറത്തും ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തുന്നുണ്ട്. ഏകാദശി വിളക്കാഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഭക്തർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് പരിശോധന നടത്തുന്നത്. ക്ഷേത്ര പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങളും ഒറ്റപ്പെട്ടു കാണുന്ന ഭക്തരുടെ ബാഗുകളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. കുന്നംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവം എരുമപ്പെട്ടിയിൽ ആരംഭിച്ചു. കലാവിസ്മയങ്ങൾ പെയ്തിറങ്ങുന്ന 4 ദിനരാത്രങ്ങൾക്കാണ് എരുമപ്പെട്ടി സാക്ഷ്യം വഹിക്കുന്നത്. പതിനൊന്നാം തീയതി മുതൽ 14 തീയതി വരെയാണ് കലോത്സവം നടക്കുന്നത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് LP സ്കൂൾ, നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പ്രസിഡൻസി കോളേജ്, ഹോപ്പ് പബ്ലിക് സ്കൂൾ, സ്കൈ ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലാണ് വേദികൾ ഒരുക്കിയിട്ടുള്ളത്. 8 പ്രധാന വേദികളും ഉപവേദികളും ഉൾപ്പെടെ 15 വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഇന്ന് ഓഫ് സ്റ്റേജ് മത്സരങ്ങളാണ് പ്രധാനമായി നടക്കുന്നത്. എന്നാൽ പതിവിൽ നിന്നും വ്യത്യസ്തമായി 4ാം വേദിയായ നിർമ്മല സ്കൂളിൽ നാടോടി നൃത്തവും ഹയർ സെക്കൻഡറി സ്കൂളിലെ 1ാം വേദിയിൽ ലളിതഗാന മത്സരവും നടക്കുന്നുണ്ട്. 12ാം തീയതി രാവിലെ 9:30 എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന വേദിയിൽ ഉദ്ഘാടന സമ്മേളനം നടക്കും. തുടർന്ന് സ്റ്റേജ് മത്സരങ്ങൾ ആരംഭിക്കും. 89 സ്കൂളുകളിൽ നിന്നായി 7377 വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എരുമപ്പെട്ടി ദുബായ് പാലസ് ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണശാല ഒരുക്കിയിട്ടുള്ളത്. ദിവസവും 5000 പേർക്കുള്ള ഭക്ഷണമാണ് തയ്യാറാക്കുന്നത്. കലോത്സവം ഉൾപ്പെടെയുള്ള നാടിന്റെ ഉത്സവങ്ങൾ തത്സമയം കാഴ്ചക്കാരുടെ മുന്നിലെത്തിക്കുവാൻ CCTV നടത്തുന്ന പ്രവർത്തനം മാതൃകാപരമാണെന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ പറഞ്ഞു. എരുമപ്പെട്ടിയിൽ നടക്കുന്ന ഉപജില്ലാ കലോത്സവം കാണാനെത്തിയതായിരുന്നു അദ്ദേഹം. കലോത്സവ നഗരിയിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, അദ്ദേഹം ഒരു ജനപ്രതിനിധി മാത്രമല്ല, തികഞ്ഞ ഒരു കലാകാരനും കലാ ആസ്വാദകനും കൂടിയാണ്. ഈ കലോത്സവ വിശേഷങ്ങൾ അദ്ദേഹം കണ്ട കാഴ്ചകൾ നമുക്ക് അദ്ദേഹത്തോടൊന്ന് ചോദിച്ച് അറിയാം. എങ്ങനെയുണ്ടായിരുന്നു ആദ്യ ദിവസം? ഏതാണ്ട് 10 വർഷത്തിന് ശേഷമാണ് എരുമപ്പെട്ടിയിൽ ഈ കലോത്സവം എത്തുന്നത്. ഇന്ന് മുതൽ 4 ദിവസമാണ് കലോത്സവം നമ്മുടെ എരുമപ്പെട്ടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും അതുപോലെ തന്നെ പരിസര വേദികളിലുമൊക്കെ ആയി നടക്കുന്നത്. ഇന്ന് ഓഫ് സ്റ്റേജ് മത്സരങ്ങളാണ് കൂടുതൽ എങ്കിലും ചില വേദികളിൽ നാടോടി നൃത്തം അതുപോലെ തന്നെയുള്ള ചില സ്റ്റേജ് പരിപാടികളും നടക്കുന്നുണ്ട്. അപ്പോൾ നാടോടി നൃത്തമൊക്കെ ഇപ്പോൾ കണ്ടുനോക്കുമ്പോൾ വളരെ മികച്ച രീതിയിലുള്ള വളരെ നിലവാരം പുലർത്തിയ നാടോടി നൃത്തവും അതുപോലെയൊക്കെ നമുക്ക് സ്റ്റേജിലും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇത് എരുമപ്പെട്ടിയെ സംബന്ധിച്ച് വലിയൊരു ഉത്സവമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് CCTV എല്ലാ വർഷങ്ങളിലും
എല്ലാ സബ് ജില്ലകളിലും കലോത്സവങ്ങളും വളരെ നന്നായി സംപ്രേഷണം ചെയ്യുന്ന ഒന്നാണ്. നാളെ മുതലാണ് ലൈവായിട്ട് ഇതിടുന്നതായിട്ട് നമ്മൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും എല്ലാവരും എരുമപ്പെട്ടിയിലേക്ക് ഇത് കാണാൻ വരണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അദ്ദേഹം എല്ലാ കലോത്സവത്തിനും ഉപജില്ലയായാലും ജില്ലയായാലും കലോത്സവമായാലും ഒക്കെ എത്താറുള്ള ആളാണ്. അദ്ദേഹം വലിയ ഒരു കലാകാരനാണ്, ചിത്രകല ആർട്ടിസ്റ്റ് കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് CCTVയുടെ നന്ദി അറിയിക്കുകയാണ്. പോർക്കുളത്ത് റോഡ് മുറിച്ച് കടക്കുകയായിരുന്ന കാൽനട യാത്രക്കാരന് കാർ ഇടിച്ച് ദാരുണാന്ത്യം. പോർക്കുളം കൂത്തൂർ വീട്ടിൽ 61 വയസ്സുള്ള പ്രിൻസനാണ് മരിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെ 6 മണിയോടെ പോർക്കുളം സ്കൂൾ സ്റ്റോപ്പിന് സമീപത്തായിരുന്നു അപകടം. റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന ഗൃഹനാഥനെ ചിറക്കൽ ഭാഗത്തു നിന്നും പാറയമ്പാടം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചു വീണ ഗൃഹനാഥനെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും 7:30യോടെ മരണം സംഭവിച്ചു. അപകടത്തിനിടയാക്കിയ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന മൃതദേഹം സംസ്കാരം നടത്തും. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ KSRTC ബസ്സും സ്വകാര്യ ബസ്സും തമ്മിൽ ഇടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. കൊരട്ടിക്കര ഗവൺമെന്റ് UP സ്കൂളിന് മുന്നിൽ ചൊവ്വാഴ്ച 10 മണിയോടെയാണ് അപകടമുണ്ടായത്. എറണാകുളത്ത് നിന്നും കോഴിക്കോട്ടേക്ക് പോയിരുന്ന KSRTC ബസ്സും തൃശൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോയിരുന്ന സ്വകാര്യ ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. കുന്നംകുളം പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി മേൽ നടപടി സ്വീകരിച്ചു. ഗുരുവായൂർ ഏകാദശി വിളക്കാഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ പോലീസ് വിളക്ക് ആഘോഷിച്ചു. കാഴ്ചശിവേലിക്ക് കക്കാട് രാജപ്പൻ മാരാരുടെ നേതൃത്വത്തിലുള്ള മേളം അകമ്പടിയായി. തുടർന്ന് നടപ്പന്തലിലും മേളം ഉണ്ടായി. സന്ധ്യയ്ക്ക് പനമണ്ണ ശശി, കക്കാട് അതുൽ എന്നിവരുടെ ഡബിൾ തായമ്പകയും നടന്നു. മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ പോലീസ് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ അരങ്ങേറി. വൈകിട്ട് നടന്ന സാംസ്കാരിക സായാഹ്നം സംസ്ഥാന പോലീസ് മേധാവി റവാഡ A ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. ഉയർന്ന റാങ്കിലുള്ളവരടക്കമുള്ള പോലീസുകാരും വിരമിച്ചവരും കുടുംബാംഗങ്ങളും ആഘോഷത്തിൽ പങ്കാളികളായി. കാട്ടകമ്പൽ പഞ്ചായത്തിലെ ചിറക്കുളത്തിന്റെ 1ാംഘട്ട സൗന്ദര്യവൽക്കരണത്തിന്റെ ഉദ്ഘാടനം നടത്തി. ജലരക്ഷ ജീവരക്ഷ എന്ന ലക്ഷ്യത്തോടെ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4,67,000 രൂപ ചെലവഴിച്ചാണ് കുള പരിസരം സൗന്ദര്യവൽക്കരിച്ചത്. കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് S. രേഷ്മ ടീച്ചറുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. 2ാംഘട്ട പ്രവർത്തനത്തിനായി 5 ലക്ഷം രൂപ കൂടി അനുവദിച്ചതായി ആൻസി വില്യംസ് പറഞ്ഞു. ചടങ്ങിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ഷീജ സുഗതൻ, മിൻറ്റോ റെനി, ബിന്ദു മനോഹരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS മണികണ്ഠൻ, മെമ്പർ യദുകൃഷ്ണൻ, സന്തോഷ് കൊളത്തേരി എന്നിവർ സംസാരിച്ചു. കാടുമൂടി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കുളം നവീകരിക്കാൻ മുൻകൈയെടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TS മണികണ്ഠനെ താഴെച്ചിറ കൂട്ടായ്മ ചടങ്ങിൽ അനുമോദിച്ചു. പുന്നൂർ പഞ്ചായത്ത് 1ാം വാർഡ് മന്ദലാങ്കുന്നിൽ അംബേദ്കർ റോഡ് പ്രാവർത്തികമായി. 5 ലക്ഷം രൂപ കൂടി ഉൾപ്പെടുത്തിയാണ് റോഡ് യാഥാർത്ഥ്യമാക്കിയത്. കനോലി കനാലിന്റെ സമീപത്ത് താമസിക്കുന്ന കുടുംബങ്ങൾക്ക് പുതിയ അംബേദ്കർ റോഡ് ആശ്വാസകരമാണ്. വർഷകാലത്ത് കിടപ്പ് രോഗികളായവരെ ആശുപത്രിയിലെത്തിക്കാൻ 100 മീറ്ററുകൾക്കപ്പുറം മന്നലാങ്കുന്ന് പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ വന്നു നിൽക്കുന്ന ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്ന സ്ഥിതിയായിരുന്നു. വാർഡ് മെമ്പർ അസീസ് മന്നലാങ്കുന്ന് സുഹൃത്ത് ഹുസൈൻ എടയൂരിനൊപ്പം റോഡിനായുള്ള പ്രവർത്തനം തുടങ്ങി. ദിവസങ്ങൾക്ക് മുമ്പ് അംബേദ്കറുടെ നാമകരണത്തോടെ റോഡ് പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിലും ഉൾപ്പെടുത്തി. പ്രാഥമിക പ്രവൃത്തികൾക്ക് 5 ലക്ഷം രൂപ കൂടി പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചാണ് മെമ്പർ പടിയിറങ്ങുന്നത്. റോഡ് യാഥാർത്ഥ്യമായതോടെ പുരാതന കാലം തൊട്ട് വർഷം തോറും ഉത്സവം നടന്നു വന്നിരുന്ന ഇവിടുത്തെ പെരുവഴിപ്പുറത്ത് ക്ഷേത്രത്തിൽ ഉത്സവം പുനരാരംഭിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ കൂടിയാണ് പ്രദേശവാസികൾ. പുരാതന കാലം തൊട്ട് ഞങ്ങൾ ഇവിടെ ജീവിച്ചു വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് 16 വർഷമായിട്ട് പൂരം മുടങ്ങി. അത് വഴിയുടെ സാഹചര്യങ്ങൾ ഇല്ലാത്തത് കാരണം ആദ്യം ഇപ്പുറത്തേക്കൂടെയൊക്കെ പോകാനുള്ള വഴികളായിരുന്നു. അതൊക്കെ ഇപ്പോൾ മുടങ്ങിയപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പർ അസീസ് അതിലിടപെട്ടോട് കൂടിയിട്ട് ഞങ്ങൾക്ക് വഴികളായി. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം തൊട്ടിട്ട് പൂരം മുടങ്ങിയെടുക്കുന്നതായ പൂരം ഞങ്ങൾക്ക്
ആഘോഷിക്കാനുള്ളതായ ഒരു സാഹചര്യം മെമ്പർ ഉണ്ടാക്കി തന്നു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ദേശീയപാത വികസനത്തെ തുടർന്ന് കിഴക്കുഭാഗത്ത് അകപ്പെട്ട ആളുകൾക്ക് ക്ഷേത്രത്തോട് ചേർന്ന് അടുത്തിടെ നിർമ്മിക്കപ്പെട്ട പള്ളിയിലേക്ക് എളുപ്പത്തിൽ യാത്ര ചെയ്യാനും ഈ റോഡ് അനുഗ്രഹമായി. ഇവിടെ ഒരു ക്ഷേത്രം ഈ വീടിന് പരിസരത്തായിട്ടുണ്ട്. ആ ക്ഷേത്രത്തിലേക്ക് വരുന്ന ആളുകൾക്ക് അത് വലിയ പ്രയോജനമാണ്. ക്ഷേത്രത്തിന് തൊട്ടപ്പുറത്തായിട്ട് അടുത്തിടെ നിർമ്മാണം പൂർത്തീകരിച്ച ഒരു പള്ളിയുണ്ട്, മോസ്കുണ്ട്. ആ മോസ്കിലേക്ക് ആളുകൾക്ക് വരാനും അത് വലിയ സഹായകമാണ്. അത്തരത്തിൽ ഈ ഭാഗത്തുള്ള ആളുകൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ നിമിഷത്തെ നോക്കിക്കാണുന്നത്. റോഡ് ഉദ്ഘാടനം വാർഡ് മെമ്പർ അസീസ് മന്നലങ്ങുന്ന് നിർവഹിച്ചു. സംഘടക സമിതി ചെയർമാൻ ഹുസൈൻ എടയൂർ അധ്യക്ഷത വഹിച്ചു. ഗുണഭോക്താക്കൾക്കു വേണ്ടി MK അബൂബക്കർ മെമ്പറെ ആദരിച്ചു. പഞ്ചായത്ത് അംഗം C അഷ്റഫ്, ഹുസൈൻ മാസ്റ്റർ, MC ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. പെങ്ങാമുക്ക് എന്ന ഗ്രാമത്തിന്റെ സുവർണകുമാരനായി വേദ്നാഥ് ഇത്തവണത്തെ സംസ്ഥാന കായികമേളയിൽ കൂടി സ്വർണം നേടിയതോടെ ദേശീയതലത്തിലടക്കം 7ഓളം സ്വർണ്ണ മെഡലുകളാണ് വേദ്നാഥ് തന്റെ ചെറിയ പ്രായത്തിൽ വാരിക്കൂട്ടിയത്. കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന മേളയിൽ ജൂനിയർ മെയ്പൈറ്റിലാണ് തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി വേദ്നാഥ് സ്വർണം കരസ്ഥമാക്കിയത്. 6 വയസ്സു മുതൽ കളരിപ്പയറ്റ് അഭ്യസിക്കുന്ന വേദ്നാഥ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലും നാഷണൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിലും സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിലും ഒട്ടേറെ തവണ സ്വർണ്ണ മെഡൽ ജേതാവാണ്. അരുവായി VKM കളരിയിലെ MB വിനോദ് കുമാർ ഗുരുക്കളുടെ കീഴിലാണ് കളരി പഠനം. കളരിപ്പയറ്റിനു പുറമെ ക്രിക്കറ്റിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഈ ജൂനിയർ പ്രതിഭ. KCA അണ്ടർ-14 സംസ്ഥാന ക്രിക്കറ്റ് B ടീമിൽ കഴിഞ്ഞ വർഷം അംഗമായിരുന്നു. അണ്ടർ-14, അണ്ടർ-16 ജില്ലാ ടീമുകളിലും കളിച്ചിട്ടുണ്ട്. കത്തോലിക്ക സഭ വിശുദ്ധനായി പ്രഖ്യാപിച്ച ദേവസഹായം പിള്ളയെക്കുറിച്ച് മലയാളത്തിൽ ആദ്യമായി നിർമ്മിച്ച ഡോക്യുമെന്ററിയിൽ കളരി അഭ്യാസിയായ ദേവസഹായം പിള്ളയുടെ ബാല്യകാലം അവതരിപ്പിച്ചത് വേദ്നാഥാണ്. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ വേദ്നാഥ് ഇത്തവണ ജില്ലാ കായികമേളയുടെ ഭാഗമായ സ്കൂൾ ക്രിക്കറ്റിലും തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ചിരുന്നു. മുണ്ടൂർ ആത്രേയ ക്രിക്കറ്റ് അക്കാദമിയിലാണ് ക്രിക്കറ്റ് പരിശീലിക്കുന്നത്. കളരി ഗുരുക്കൾ വിനോദ് കുമാർ, ആത്രേയ അക്കാദമിയിലെ കോച്ച് ഹൈദരാലി, ക്രിക്കറ്റ് പരിശീലകൻ UA സലിം, ബോയ്സ് സ്കൂളിലെ കായിക അധ്യാപകൻ ശ്രീനിഷ് മാസ്റ്റർ തുടങ്ങിയവരാണ് വേദ്നാഥിന്റെ നേട്ടങ്ങൾക്കു പിന്നിൽ പ്രവർത്തിച്ചത്. പെങ്ങാമുക്ക് കൂനത്ത് രവീന്ദ്രനാഥിന്റെയും രമ്യയുടെയും മകനാണ്. BTech വിദ്യാർത്ഥിയായ ആദിനാഥ് കൂനത്ത് സഹോദരനാണ്. വേദ്നാഥ് കൂനത്തിനെ CPIM പെങ്ങാമുക്ക് ബ്രാഞ്ച്, കോൺഗ്രസ് പെങ്ങാമുക്ക് കമ്മിറ്റി, കടവല്ലൂർ കൊള്ളഞ്ചേരി പാടശേഖര സമിതി എന്നിവർ അനുമോദിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാട്ടകമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്ന മാനിഫെസ്റ്റോയിലേക്ക് പൊതുജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. ഇതിനായി ചിറക്കൽ സെന്ററിൽ നിർദ്ദേശപ്പെട്ടി സ്ഥാപിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിലും ജെറുസലേം സെന്ററിലും കൂടി നിർദ്ദേശപ്പെട്ടി സ്ഥാപിക്കുമെന്ന് സത്യൻ പറഞ്ഞു. NCP പഞ്ചായത്ത് പ്രസിഡന്റ് PC സണ്ണി അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം NK ഹരിദാസൻ, ലോക്കൽ സെക്രട്ടറി VK ബാബുരാജ്, LDF പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി TC ചെറിയാൻ എന്നിവർ സംസാരിച്ചു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന കാട്ടകമ്പാൽ പഞ്ചായത്തിലെ 11ാം വാർഡ് മേലെ പട്ടിത്തടത്ത് സ്ഥാപിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. മേഖലയിലെ നിരവധി കുടുംബങ്ങൾക്കാണ് പദ്ധതിയിലൂടെ ശുദ്ധജലം ലഭ്യമാകുന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ TS മണികണ്ഠൻ, NK ഹരിദാസൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബിന്ദു മനോഹരൻ, മിൻറ്റോ റെനി, ഷീജ സുഗതൻ, വാർഡ് മെമ്പർ യദുകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വേലൂർ കണ്ടംകുളങ്ങര ശിവക്ഷേത്രത്തിൽ മഹാശിവപുരാണ ഏകാദശാഹ യജ്ഞത്തിന് നവംബർ 12 ബുധനാഴ്ച തുടക്കമാകും. 23-ാം തീയതി വരെയാണ് യജ്ഞം നടക്കുക. ശിവഭഗവാന്റെ മഹത്വവും ലീലകളും ഉപദേശങ്ങളും വിശദീകരിക്കുന്നതാണ് മഹാശിവപുരാണ ഏകാദശാഹ യജ്ഞം. ശിവപുരാണം ശ്രവിക്കുന്നതിലൂടെയും യജ്ഞം നടത്തുന്നതിലൂടെയും ഭക്തിയും ശാന്തിയും കുടുംബ സമൃദ്ധിയും നേടുമെന്നാണ് വിശ്വാസം. 12-ാം തീയതി ബുധനാഴ്ച വേലൂർ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹ ഘോഷയാത്ര ആരംഭിച്ച് കണ്ടംകുളങ്ങര ക്ഷേത്രത്തിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന ചടങ്ങ് തെക്കേമഠം ദേവസ്വം ചെയർമാൻ വടക്കുംപാട്ട് നാരായണൻ ഉദ്ഘാടനം ചെയ്യും. സ്വാമി കൃഷ്ണാനന്ദ സരസ്വതിയാണ് യജ്ഞാചാര്യൻ. ആചാര്യൻ ശ്രീധരൻ നമ്പ്യാർ വേലൂർ പാരായണം നടത്തും. കാരംകുറിശി ഗിരീഷ് ശർമ്മ സഹ ആചാര്യനാകും. ശിവപുരാണ പാരായണ ദിവസങ്ങളിൽ രാവിലെയും ഉച്ചയ്ക്കും ഭക്ഷണവും ഉണ്ടാകും. ചടങ്ങുകൾക്ക് കണ്ടംകുളങ്ങര ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകും.
RP മൊയ്തുട്ടി ഫൗണ്ടേഷന്റെയും എരുമപ്പെട്ടി ഹോപ്പ് പബ്ലിക് സ്കൂളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന രണ്ടാമത് സംസ്ഥാനതല ബാല കലാമേളയായ റെയിൻബോ 2025 നവംബർ 15 ശനിയാഴ്ച രാവിലെ 10 മുതൽ 12 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. RP മൊയ്തുട്ടി സാഹിബിന്റെ 20ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് സൗജന്യമായി ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നത്. ചെറിയ കുട്ടികളുടെ സൃഷ്ടിപരമായ കഴിവുകൾ, കലാഭാവം, ആത്മവിശ്വാസം എന്നിവ നിറങ്ങളിലൂടെ പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്തിലെ അങ്കണവാടി, പ്രീ സ്കൂൾ, LP സ്കൂൾ വിഭാഗങ്ങളിൽ നിന്നായി 400ഓളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കും. വിജയികൾക്ക് ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്യും. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പാൾ KR അനിൽ, വൈസ് പ്രിൻസിപ്പാൾ CV അമ്പിളി, PR സലാഹുദ്ദീൻ, PTA പ്രസിഡന്റ് സതീഷ് ബാബു, MPTA പ്രസിഡന്റ് പ്രജിത സുരേഷ് എന്നിവർ പങ്കെടുത്തു. ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ മൊയ്തുട്ടി സാഹിബിന്റെ സ്മരണയെ അർത്ഥവത്താക്കുന്നതിനും അവരുടെ വിദ്യാഭ്യാസ സാമൂഹ്യ സേവന സ്വപ്നങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു ശ്രമമാണ് റെയിൻബോ 2025. ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം ചെറിയ കുട്ടികളുടെ സൃഷ്ടിപരമായ കഴിവുകൾ, കലാഭാവന, ആത്മവിശ്വാസം എന്നിവ വളർത്തുകയാണ്. ഇത് കുട്ടികൾക്ക് നിറങ്ങളിലൂടെ അവരുടെ ചിന്തകളും വികാരങ്ങളും പ്രകടിപ്പിക്കാനുള്ള ഒരവസരമാണ്. കുട്ടികളുടെ ബാല്യകാല സൃഷ്ടികളെ ആദരിക്കുന്ന ഈ മത്സരത്തിലൂടെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കലാപാഠവും തിരിച്ചറിയാനും പ്രോത്സാഹിപ്പിക്കാനും സാധിക്കും. ലയൺസ് ക്ലബ് ഗുരുവായൂർ ടെമ്പിൾ സിറ്റി ഫാമിലി മീറ്റ് ഗുരുവായൂർ കച്ചേരിപ്പടിയിലുള്ള ലോർഡ് ഷൈൻ റിസോർട്ടിൽ സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ് ഗുരുവായൂർ ടെമ്പിൾ സിറ്റി പ്രസിഡന്റ് ജെയ്സൺ ആളൂക്കാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KM അഷ്റഫ് മുഖ്യാതിഥിയായി. റീജിയണൽ ചെയർപേഴ്സൺ ഗിൽബർട്ട് പാർമേൽ, സോൺ ചെയർപേഴ്സൺ CP ജോയ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ചാവക്കാട് കൺസോൾ മെഡിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിന് ഡയാലിസിസ് ഫണ്ട് കൈമാറി. തൃശൂർ കോർപ്പറേഷനുമായി തൃശൂർ റീജിയണൽ ലയൺസ് ക്ലബ് 360 ദിവസവും ശക്തൻ സ്റ്റാൻഡിൽ നടത്തുന്ന സൗജന്യ ഭക്ഷണ വിതരണ പദ്ധതിയായ മന്നയിലേക്കുള്ള ക്ലബിന്റെ വിഹിതവും കൈമാറി. ക്ലബ്ബ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന 2 ഭവനങ്ങളിൽ ആദ്യത്തെ ഭവനത്തിന്റെ താക്കോൽദാനം ജനുവരിയിൽ നടത്തുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. ക്ലബ് സെക്രട്ടറി ബോസ് വാഴപ്പിള്ളി, കോർഡിനേറ്റർ ഡാഡി തോമസ്, മുൻ പ്രസിഡന്റ് ജോസ് ഫ്രാൻസിസ്, മുരളീധരൻ, വിനു റാഫേൽ എന്നിവർ നേതൃത്വം നൽകി. കോക്കൂർ AHM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എടപ്പാൾ ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞപ്പോൾ സ്വാതേറിയ ഭക്ഷണമൊരുക്കി പാചകപ്പുര സജീവമായി. 4 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ 5000 പേർക്കാണ് ഭക്ഷണം നൽകുക. സംഘാടക സമിതിയിലെ 50ഓളം പേരും NSS SPC അംഗങ്ങൾ എന്നിവരുടെ സഹായത്തോടെ 5 കൗണ്ടറുകളിലായാണ് ഭക്ഷണ വിതരണം. പാചക വിദഗ്ധൻ തവനൂർ മണി പാലാട്ടിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഫുഡ് കമ്മിറ്റി ചെയർമാൻ കുഞ്ഞു കോക്കൂർ, കൺവീനർ മുഹമ്മദ് ജലീൽ, ജോയിന്റ് കൺവീനർമാരായ രഞ്ജിത്ത് അടാട്ട്, അശ്വതി S, CS മനോജ് തുടങ്ങി ഭക്ഷണ കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകി. പാലക്കാട് നടന്ന സംസ്ഥാന ശാസ്ത്രമേളയിൽ സ്കൂൾ സ്കിൽ ഫെസ്റ്റ് വിഭാഗത്തിൽ ഇന്നൊവേഷൻ മത്സരത്തിൽ സഞ്ചരിക്കുന്ന ചാർജിംഗ് സ്റ്റേഷന് വിഭാവനം നൽകിക്കൊണ്ട് 1ാം സ്ഥാനം നേടിയിരിക്കുകയാണ് കടപ്പുറം ഗവൺമെന്റ് VHSലെ 2ാം വർഷ വിദ്യാർത്ഥികൾ. മുബഷിർ, PR ആര്യൻ, AS റിഫാൻ എന്നിവരാണ് ഇലക്ട്രിക്കൽ വിഭാഗം അധ്യാപകനായ യദുകൃഷ്ണന്റെ നേതൃത്വത്തിൽ 1 മാസം കൊണ്ട് ഈ പവർ ഓൺ വീൽസ് നിർമ്മിച്ചെടുത്തത്. KCBയുടെ പുതിയ താരിഫ് പ്രകാരം പകൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പ്രത്യേക ലിഥിയം ബാറ്ററി അടങ്ങിയ വാഹനങ്ങളിലേക്ക് നിറയ്ക്കുകയും വൈകുന്നേരങ്ങളിൽ സഞ്ചരിക്കുന്ന റെസ്റ്റോറന്റ് എന്ന രീതിയിൽ ചായ കുടിക്കുവാൻ വരുന്ന വ്യക്തികൾക്ക് ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്യാവുന്ന സംവിധാനമാണ് പവർ പീടിക. KSRTCയുടെ പഴയ ബസ്സിൽ KCBയുടെ സഹായത്താൽ സോളാർ ബാറ്ററി എന്നിവ സ്ഥാപിച്ച് KTDC വിഭാഗത്തിന്റെ ആഹാര റെസ്റ്റോറന്റ് സഞ്ചരിക്കുന്ന ഫുഡ് ട്രക്കാക്കി മാറ്റിയെടുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കൂടാതെ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതിനനുസരിച്ച് ജനറേറ്ററിന് പകരമായി ഉപയോഗിക്കാവുന്ന ഇലക്ട്രിക്കൽ പവർ ബുക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിക്കുന്ന സംവിധാനവും ഇതിലുണ്ട്. ബുക്കിംഗിനു വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ, ഡ്രൈവർക്ക് റീചാർജിംഗ് ഓൺ ചെയ്യാനുള്ള കാർഡുകൾ, 6 മണിക്ക് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനുള്ള പ്രത്യേക സോഫ്റ്റ്വെയറുകൾ എന്നിവ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. വിദ്യാലയത്തിൽ പവർ പീടിക, പവർ ഓൺ വീൽസിന്റെ പ്രദർശനവുമുണ്ടായി. ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ UP വിഭാഗത്തിൽ പുന്നൂർക്കുളം രാമരാജ വിദ്യാലയത്തിന് ഓവറോൾ 3ാം സ്ഥാനം ലഭിച്ചു. വിജയാഘോഷത്തിന്റെ ഭാഗമായി വാദ്യമേളങ്ങളോടെ
വടക്കേക്കാട് നിന്നും ആൽത്തറയിലേക്ക് റാലി നടത്തി. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും PTA അംഗങ്ങളും റാലിയിൽ പങ്കെടുത്തു. പായസ വിതരണവും ഉണ്ടായി. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ LP വിഭാഗത്തിലും UP ജൂനിയർ ഹിന്ദി വിഭാഗത്തിലുമുള്ള ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. 13-ാം തീയതി രാവിലെ 10:30-ന് ഉദ്യോഗാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തും. താൽപ്പര്യമുള്ളവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി സ്കൂളിൽ നേരിട്ട് ഹാജരാകണമെന്ന് അധികൃതർ അറിയിച്ചു. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് മുഴുവൻ വിളക്കുപന്തലിന്റെ കാൽനാട്ടൽ നടത്തി. നവംബർ 29 ശനിയാഴ്ചയാണ് അയ്യപ്പൻ വിളക്ക്. അകമല ശ്രീ ധർമ്മശാസ്ത്ര വിളക്ക് സംഘമാണ് വിളക്ക് പാർട്ടി. വിളക്ക് കമ്മിറ്റി രക്ഷാധികാരി സുബ്രഹ്മണ്യൻ കടവാരത്ത്, പ്രസിഡന്റ് കുട്ടൻ ആലിക്കര, സെക്രട്ടറി ഭാസ്കരൻ ആലിക്കര, ട്രഷറർ PC ചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി CV മണികണ്ഠൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ കാൽനാട്ടൽ ചടങ്ങിൽ പങ്കെടുത്തു. കോട്ടോൽ സ്വദേശിയായ യുവാവ് ഷാർജയിൽ വെച്ച് മരിച്ചു. കോട്ടോൽ പത്തങ്ങാടി ഒല്ലാശ്ശേരി ഉമ്മർ മകൻ ഹസീബാണ് മരിച്ചത്. 40 വയസ്സാണ്. അവധി ദിവസം അലൈനിലെ കൂട്ടുകാരുടെ റൂമിലെത്തി ഷാർജയിലെ ജോലിസ്ഥലത്തേക്ക് മടങ്ങും വഴിയാണ് മരണം സംഭവിച്ചത്. ഷാർജയിൽ 10 വർഷത്തിലധികമായി റഷ്യൻ കമ്പനിയിൽ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു. 1 മാസം മുൻപാണ് നാട്ടിൽ വന്ന് ഷാർജയിലേക്ക് മടങ്ങിയത്. മൃതദേഹം അജ്മാൻ ഖലീഫ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ആസിയ മാതാവും മൂസിന ഭാര്യയുമാണ്. യുസ്ര, സഹറ, മിർഹ എന്നിവർ മക്കളാണ്. മൃതദേഹം നാട്ടിലെത്തിച്ച് കോട്ടോൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കം നടത്തും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 11,575 രൂപ, പവന് 92,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 165 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. സംസ്ഥാന പോലീസ് മേധാവി റവാഡ A ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരം ക്ഷേത്രവും പരിസരവും ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡിന്റെ നിയന്ത്രണത്തിലാക്കി. ക്ഷേത്ര പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങളും ഒറ്റപ്പെട്ടു കാണുന്ന ഭക്തരുടെ ബാഗുകളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. കുന്നംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവം എരുമപ്പെട്ടിയിൽ ആരംഭിച്ചു. 89 സ്കൂളുകളിൽ നിന്നായി 7377 വിദ്യാർത്ഥികൾ കലാമാമാങ്കത്തിൽ മാറ്റുരയ്ക്കും. കലോത്സവ കാഴ്ചകൾ ബുധനാഴ്ച മുതൽ CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. പോർക്കുളത്ത് റോഡ് മുറിച്ച് കടക്കുകയായിരുന്ന കാൽനട യാത്രക്കാരന് കാർ ഇടിച്ച് ദാരുണാന്ത്യം. കുത്തൂർ വീട്ടിൽ 61 വയസ്സുള്ള പ്രിൻസനാണ് മരിച്ചത്. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ KSRTC ബസ്സും സ്വകാര്യ ബസ്സും തമ്മിൽ ഇടിച്ച അപകടം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.